ഫാർമേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. കറവ പശുക്കൾക്ക് പാല് കൂടുന്നതിനും പരമാവധി പാൽ ലഭിക്കുന്നതിനും നാം ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കറവ പശുവിന് ഏറ്റവും കൂടുതൽ പാൽ ലഭിക്കുന്നത് ആദ്യത്തെ 3 മാസക്കാലമാണ്. ഈ കാലയളവിൽ പാലുൽപാദനത്തിന് ആനുപാതികമായിട്ട് തന്നെ നാം തീറ്റ കൂട്ടി നൽകേണ്ടതാണ്. അതുപോലെ തന്നെ പാല് കൂടുന്നതിന് പാരമ്പര്യമായിട്ടുള്ള ചില ചികിത്സാ രീതികളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒരു പിടി ശതാവരിക്കിഴങ്ങ് അല്ലെങ്കിൽ പാൽമുതുക്ക് കഷായം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അത് അരിഞ്ഞുണക്കി തീറ്റയുമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു പിടി ശതാവരിക്കിഴങ്ങ് അല്ലെങ്കിൽ പാൽമുതുക്കിൻ്റെ കിഴങ്ങ് അരിഞ്ഞുണക്കി കൊടുക്കുകയോ കഷായം വെച്ച് കൊടുക്കുകയോ ചെയ്താൽ മതി. ഒരു പരിധി വരെ പാല് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. കൂടാതെ മറ്റൊരു രീതി, 1/2 ലിറ്റർ കള്ളിൽ, അത് നല്ല കള്ളിലായിരിക്കണം കേട്ടോ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വലിയ സ്പൂണിന് 1 സ്പൂൺ മലർപ്പൊടിയും ചേർത്ത് 1-2 ആഴ്ച കൊടുത്താൽ മതി. പറഞ്ഞത് മനസ്സിലായോ? 1/2 ലിറ്റർ കള്ള് വേണം, അതിൻ്റെ അകത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം, വലിയ സ്പൂണിന് 1 സ്പൂൺ മലർപ്പൊടിയും ചേർത്ത് 2 ആഴ്ച കൊടുക്കണം. അപ്പോൾ പാലുൽപാദനം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നൊന്ന് തെങ്ങിൻ പൂക്കുല ഉപയോഗിച്ചുള്ള ഒരു രീതിയാണ്. തെങ്ങിൻ പൂക്കുലേ അത് വലുതാണെങ്കിൽ 1/4 ഭാഗം, ചെറുതാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം, മഞ്ഞൾപ്പൊടിയും ചുക്കും ജീരകവും അതൊരു 30 ഗ്രാം വീതം വേണം. അതൊക്കെ കൂടെ ശർക്കരയെ കുഴച്ച് ലേഹ്യം പോലെ ആക്കി 2 ആഴ്ച കൊടുക്കണം. അപ്പോഴും പാലുൽപാദനത്തിൻ്റെ വർധനവ് നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ പാലുൽപാദന വർധനവിനായി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ശതാവരിയുടെയും അടവതിൻ്റെയും പാൽമുതക്കിൻ്റെയും ഒക്കെ എസൻസ് ചേർത്ത ടോണിക്കുകൾ പശുക്കൾക്ക് നൽകുന്നതും വളരെ ഫലപ്രദമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.